Electrical Safe Working Procedures Part 1. Safety first. Safety starts with me. ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈൻമാൻ അല്ലെങ്കിൽ കേബിൾ ജോയിൻറ്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സുരക്ഷയ്ക്കാണ്. സേഫ്റ്റി. ഇതുപോലെ സേഫ്റ്റി സ്ലോഗൻസ്, സുരക്ഷാ മുദ്രാവാക്യങ്ങൾ ജോലി സ്ഥലങ്ങളിലെല്ലാം തന്നെ എഴുതി വച്ചിട്ടുണ്ടാവും. അവ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. അങ്ങനെ ഒരാൾ നമ്മുടെ വർക്ക് പ്ലേസിൽ ഈ ഒരു സേഫ്റ്റി ആസ്പെക്റ്റിൻ്റെ സേഫ്റ്റി കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ക്രിയേറ്റ് എ safe, healthy and accident-free workplace which is created for themselves. നമുക്ക് സ്വന്തമായിട്ടും co-workers and to the general public, നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും നമ്മൾ കാരണമായി മാറണം. ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്. എന്താണ് ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അപകടം? ഇറ്റ് ഈസ് എൻ അൺഡിസൈറബിൾ ഇൻസിഡൻ്റൽ ആൻഡ് അൺപ്ലാൻഡ് ഈവൻറ്റ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു നെഗ്ലിജൻസ് ഓഫ് സേഫ്റ്റി മെഷേഴ്സ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി അയാളുടെ അശ്രദ്ധ മൂലം ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങളാണ് ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ കോസ് ടെമ്പററി റിവേഴ്സിബിൾ എയിൽമെൻറ്റ്, പെർമനൻറ്റ് ഇർറിവേഴ്സിബിൾ ഹാൻഡിക്യാപ്പ് ഓർ ഈവൻ ലോസ് ഓഫ് ലൈഫ്. ഇലക്ട്രിക്കൽ ആക്സിഡൻറ്റ് കാരണം ഉണ്ടാകുന്ന അപകടങ്ങൾ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാക്കുന്നത്. അതല്ല, സ്ഥിരമായിട്ട് ഉള്ള ഹാൻഡിക്യാപ്പോ അങ്ങനെ ഇർറിവേഴ്സിബിൾ, ഒരിക്കലും റിക്കവർ ചെയ്യാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു അപകടം വരുത്തിവെക്കുന്നു. ഓർ ഈവൻ ലോസ് ഓഫ് ലൈഫ്, ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറ്റ് ക്യാൻ കോസ് ലോസ് ഓഫ് സ്കിൽഡ് വർക്ക്മാൻ. കഴിവുള്ള കുറച്ച് ആൾക്കാരുടെ അഭാവം, അവരെയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഡിലേ ഇൻ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്, പണി പൂർത്തിയാക്കുവാനുള്ള താമസം നേരിടുന്നു, ഇത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പറ്റാതെ വരിക. ഫിനാൻഷ്യൽ ലോസ് ബൈ പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ കൊടുക്കുന്നതിലുള്ള ധനനഷ്ടം. ദെൻ ഫേസിങ് ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ്. അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ്, കേസും കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് സമയം അതിന് പിന്നിൽ നടക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ നമ്മുടെ അശ്രദ്ധ കാരണം. പത്രമാധ്യമങ്ങളിൽ നിത്യേന എന്നോണം കാണുന്ന വൈദ്യുതി അപകടത്തിന്റെ വാർത്തകൾ മലയാളിയിൽ ഒരു ഞെട്ടലും ഉളവാക്കുന്നില്ല. മേൽനോട്ടത്തിലെ വീഴ്ച, അറ്റകുറ്റപ്പണി നടത്താത്തത്, നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ, യോഗ്യതയില്ലാത്തവരുടെ മേൽനോട്ടം തുടങ്ങി നിരവധി സ്ഥിരം കാരണങ്ങൾ. റീസൺ ഫോർ ആക്സിഡൻറ്റ്. ഒരു അപകടം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 3 കാരണങ്ങളാണ് കാണിച്ചേക്കുന്നത്. അൺസേഫ് കണ്ടീഷൻ, സാഹചര്യങ്ങൾ സുരക്ഷിതമല്ലാതെ വരിക. ദെൻ അൺസേഫ് ആക്ട്, നമ്മുടെ പ്രവൃത്തി സുരക്ഷിതമല്ലാതെ വരിക. നാച്ചുറൽ കലാമിറ്റി എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഇലക്ട്രിക്കൽ അപകടം ഉണ്ടാകുന്നത്. നാച്ചുറൽ കലാമിറ്റി എന്ന് പറയുന്നത് നമുക്കതിന് തടയാൻ പറ്റില്ല, പക്ഷേ പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മൾക്ക് സ്വീകരിക്കാൻ കഴിയും. ചിത്രങ്ങൾ കാണാം നിങ്ങൾക്ക്. അൺസേഫ് കണ്ടീഷൻ വളരെ വ്യക്തമാണ്. ആ മെറ്റീരിയൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അൺസേഫ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹൈറ്റിലുള്ള ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അശ്രദ്ധയായിട്ട് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുകയാണ്. നിയർ മിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. താഴെ നിന്നത് കാരണം ആ വസ്തു നമ്മുടെ തലയിൽ വീഴാതെ, ആക്സിഡൻറ്റ് പറ്റാതെ നമ്മൾ രക്ഷപ്പെട്ടു. ഇത് മറ്റൊരു ചിത്രമാണ്, ലോഡ് കൊണ്ടുപോകുമ്പോൾ ഉള്ള അവസ്ഥ. ദെൻ ഇത് വർക്ക് പ്ലേസ് മാനേജ്മെൻറ്റ്, നമ്മുടെ ആ വർക്ക് ചെയ്യുന്ന സ്ഥലം അത് അറേഞ്ച് ചെയ്യാതെ വലിച്ചു വാരി ഇട്ടേക്കുന്നതാണ് ആദ്യത്തെ ചിത്രം. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. രണ്ടാമത്തത് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള വർക്ക് പ്ലേസ്.
അൺസേഫ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വർക്കിംഗ് ഓൺ കൊറോഡഡ് പോൾസ്, അതായത് പോസ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ആ പോസ്റ്റ് കേടുപാടുകൾ ഉള്ളതാണെങ്കിൽ അത് അൺസേഫ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ഓൺ സ്ട്രക്ചേഴ്സ് വിത്തൗട്ട് സ്റ്റാൻഡേർഡ് ഗ്രൗണ്ട് ക്ലിയറൻസസ്, ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ടവർ എന്ന് പറയുമ്പോൾ ആ ലൈൻ വലിക്കുന്നതെല്ലാം കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം. അതല്ലാതെ നിർമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുകയാണ്. ദെൻ യൂസ് ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ ലൈക്ക് ബ്രോക്കൺ ലാഡർ, ടോൺ ഗ്ലൗസ്, ഓൾഡ് ബെൽറ്റ്, റോപ്പ് എക്സെട്ര. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് കേടുപാടുകൾ സംഭവിച്ചതാണെങ്കിൽ അതും അൺസേഫ് കണ്ടീഷൻ, നമ്മളായിട്ട് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ദെൻ ഇംപ്രോപ്പർ എർത്തിങ് പ്രോപ്പർ അല്ലാതാവുക. അലോവിങ് എ പേഴ്സൺ ടു വർക്ക് അറ്റ് എ ഹൈറ്റ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എനി സൂപ്പർവൈസർ ഓ കോവർക്കർ. ഒരാൾ ഹൈറ്റിലുള്ള പണിയിൽ ഏർപ്പെടുമ്പോൾ ഒരു സൂപ്പർവൈസറോ കൂടെ ഒരു സഹായിക്കാൻ ഒരാളോ ഇല്ലാതെ അയാളെ ഒറ്റയ്ക്ക് ആ ഒരു ജോലിയിൽ വിടുക എന്നുള്ളത് വളരെ അൺസേഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ദെൻ അനദർ വൺ, ഇംപ്രോപ്പർ ഇലൂമിനേഷൻ വൈൽ വർക്കിംഗ് ഓൺ എ സ്ട്രക്ചർ ഔട്ട്ഡോർ യാർഡ് ഡ്യൂറിങ് നൈറ്റ് ടൈം. രാത്രിയിലൊക്കെ ചിലപ്പോൾ പണി ചെയ്യേണ്ടതായിട്ട് വരും സ്വിച്ച് യാർഡിലെല്ലാം. അവിടെ നമുക്ക് വേണ്ടത്ര വെളിച്ചം ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നതും എന്താണ്, അൺസേഫ് കണ്ടീഷൻ ആണ്. സോ ദീസ് ആർ ദി കോമൺ അൺസേഫ് കണ്ടീഷൻസ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു ലൈൻമാൻ ലൈൻ, അതായത് ടെലിഫോൺ പോസ്റ്റ് ലൈന് ഒരുപാട് ലൈൻസ് പോകുന്നിടത്ത് അൺസേഫ് കണ്ടീഷനാണ്. ഏതിലാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. എക്സ്റ്റൻഷൻ ബോർഡ്. അൺസേഫ് ആക്ട്സ് ചിത്രത്തിൽ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അപകടങ്ങൾ ഉണ്ടാക്കുകയാണ്. സേഫ്റ്റിയുടെ സ്ലോഗൻ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് അൺസേഫ് ആക്റ്റ് ആണ്. അതുപോലെ തന്നെ താഴെ ആ ഒരു ആൾക്കാർ ബാലൻസിങ്ങിന് വേണ്ടി നിൽക്കുന്നതാണ്. സോ അവോയ്ഡ് ദ ഫോളോയിങ് അൺസേഫ് ആക്ട്സ്. നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സൂചിപ്പിച്ചിട്ടുള്ളത്. ഫെയിലിയർ ടു ഡി എനർജൈസ് ഡ്യൂറിങ് മെയിൻ്റനൻസ്, റിപ്പയർ ഓർ ഇൻസ്പെക്ഷൻ. നമ്മൾ ഏതൊരു ലൈനിൽ പണികൾ ചെയ്യുമ്പോഴോ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുമ്പോഴോ സപ്ലൈ സ്വിച്ച് ഓഫ് ആണ്, ഡീ എനർജൈസ്ഡ് ആണ് എന്ന് ഉറപ്പാക്കുക. അത് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു വർക്കിൽ ഏർപ്പെടാൻ പാടുള്ളൂ. യൂസ് ഓഫ് ഡിഫക്റ്റീവ് ആൻഡ് അൺസേഫ് ടൂൾസ്, കേടുപാടായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക, അതും അൺസേഫ് ആക്റ്റാണ്. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. ദെൻ യൂസ് ഓഫ് ടൂൾസ് ഓർ എക്യുപ്മെൻറ്റ്സ് ടു ക്ലോസ് ടു എനർജൈസ്ഡ് പാർട്ട്. സപ്ലൈ ഉള്ള സ്ഥലത്ത് നമ്മുടെ മെറ്റൽ പാർട്ടിലുള്ള ടൂൾസും എക്യുപ്മെൻറ്റ്സും കൊണ്ടുവെക്കുക. ദെൻ നോട്ട് ഡ്രെയിനിങ് ഓഫ് സ്റ്റോർഡ് എനർജി ഇൻ കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് എനർജി സ്റ്റോറേജ് ഡിവൈസുകളാണ്. സോ അതിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ആദ്യം നമ്മൾ ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള ചാർജ് സ്റ്റോറേജ് ആയിട്ടുള്ള ഡിവൈസുകളിൽ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ദെൻ 3 വയർ കോഡ് വിത്ത് 2 വയർ പ്ലഗ്. 3 പിൻ പ്ലഗ് നമ്മൾ ചില എക്യുപ്മെൻറ്റ്സ് നമ്മൾ ജനറലായിട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. 3 പിൻ കോഡിൽ എർത്ത് റിമൂവ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ടു അവോയ്ഡ് ഇലക്ട്രിക്കൽ മിസ്ഹാപ്സ് ഓൺ നാച്ചുറൽ കലാമിറ്റീസ് ഫോളോ ദീസ് സ്റ്റെപ്സ്. ഒരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അന്ന് തടയാൻ കഴിയില്ല. എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? ഡു നോട്ട് ഗോ നിയർ ട്രാൻസ്ഫോമേഴ്സ്, പോസ്റ്റ് എക്സെട്ര. മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസരങ്ങളിൽ ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പോകാൻ പാടില്ല. ദെൻ ഇൻഫോം ദ നിയറസ്റ്റ് KSEB ഓഫീസ്. അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളോ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ KSEB ഓഫീഷ്യൽസുമായി ബന്ധപ്പെടുക. ദെൻ ബി കോഷ്യസ് ഈവൻ വെൻ വാക്കിംഗ് ത്രൂ പ്രൈവറ്റ് റോഡ്. നമ്മൾ സാധാരണ നടന്നു പോകുമ്പോൾ തന്നെ വളരെ അധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. മഴയും കാറ്റും കാരണം ചിലപ്പോൾ എന്തെങ്കിലും ലൈന് പൊട്ടി വീണിട്ടുണ്ടാകും. അങ്ങനെയുള്ള അവസരങ്ങൾ അപകടം ഷോക്കടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. സ്റ്റോപ്പ് ഓൾ ടെമ്പററി കണക്ഷൻസ് ടു ദി ബിൽഡിംഗ്. വെള്ളം കെട്ടിയ ഫ്ലഡഡ് ബിൽഡിങ്ങിൽ സപ്ലൈ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യമായി കട്ട് ചെയ്യുക.
ജനറേറ്റേഴ്സ്, ഇൻവെർട്ടർ ആൻഡ് UPS ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഇൻ കേസ് ഓഫ് എമർജൻസി. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ബാക്കപ്പ് സപ്ലൈസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. സെൽ ഫോൺസും ബാറ്ററിയുമെല്ലാം പ്രോപ്പർലി ചാർജ് ചെയ്ത് വെക്കുക. റിമെമ്പർ, വൺ ക്യാൻ സർവൈവ് ഈവൻ ഇഫ് ദർ ഈസ് നോ പവർ ഫോർ എ ഫ്യൂ ഡേയ്സ്. സപ്ലൈ ഇല്ലെങ്കിലും കുറച്ച് ദിവസം നമ്മൾക്ക് നിലനിൽക്കാൻ, ജീവിക്കുവാൻ സാധിക്കും. ഈവൻ എ മൈനർ നെഗ്ലിജൻസ് ക്യാൻ എൻഡേഞ്ചർ അവർ ലൈഫ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി കെയർഫുൾ. ചെറിയ ഒരു അശ്രദ്ധ പോലും നമ്മുടെ ജീവന് ആപത്താണ്. സോ ബി കെയർഫുൾ. പുസ്തകത്തിൽ എഴുതിയ സുരക്ഷാ പാഠങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ വേണ്ടത് ചെയ്യുക തന്നെ വേണം. പൊതുമനസ്സാക്ഷി ഉണരണം. സർക്കാർ ഇടപെടണം. തെരുവോരങ്ങളിലെ കുരിശുമരങ്ങളിൽ ഇനിയും ഒരു മനുഷ്യജീവൻ കൂടി ഹോമിക്കപ്പെടരുത്.